ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചെങ്കിലും അടുത്ത 3 ഘട്ടത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് ചൂടുപിടിക്കുന്ന കാലാവസ്ഥയിലാണ് നമ്മൾ ദ ഫയർ റൂം സംഘടിപ്പിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും അജണ്ടകളിൽ, അവരുടെ സംസാരത്തിൽ, അവർ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളിൽ ധാരാളം വ്യത്യസ്തതകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു ആരോപണവുമായിട്ടാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ പ്രചാരണ വേദിയെ അഭിസംബോധന ചെയ്തത്. കോൺഗ്രസിന്റെ കാലത്ത് മതസംവരണം ഉണ്ടായി എന്നും ആ മതസംവരണം എടുത്തു കളഞ്ഞ് അത് കൂടുതൽ സാധാരണക്കാർക്ക് ആ സംവരണത്തിന്റെ ആനുകൂല്യം നൽകുമെന്ന് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം അത് വർഗീയ പരാമർശമായി ഒരു വശത്ത് മാറുന്നു, മറുവശത്ത് ആ പറഞ്ഞതിൽ കഴമ്പില്ലേ എന്ന ചോദ്യവുമായി രാഷ്ട്രീയ നിരീക്ഷകരും പരക്കം പായുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ മതസംവരണമാണോ ഈ രാജ്യത്ത് നിലവിലുള്ളത്? അത് നിലവിൽ ഉണ്ടാകുന്ന സാഹചര്യം കേരളത്തിലും അതിന്റെ സാധുത എന്തായിരുന്നു? നിലവിൽ കേരളത്തിലെ സംവരണവുമായി അതിനെ എങ്ങനെ നമ്മൾ ചേർത്ത് വായിക്കും? ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൂടെയുള്ളത് ഫാദർ സബിൻ, അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ ഡയറക്ടറാണ്. ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ റോണി അഗസ്റ്റിൻ. രണ്ടുപേർക്കും ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും ദ ഫയർ റൂമിലേക്ക് സ്വാഗതം. ശ്രീ റോണി, അങ്ങ് രാഷ്ട്രീയ കാര്യങ്ങളെ വളരെ സൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഇപ്പം നരേന്ദ്രമോദിയുടെ, പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ നമ്മൾ വരുന്നു. അവിടെ അദ്ദേഹം പറയുന്നത്, വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത്, വാക്കിന്റെ ട്രാൻസ്ലേഷൻ ഇതാണ്. അതായത് കോൺഗ്രസ് ഭരിച്ചിരിക്കുന്ന കാലത്ത് അവര് OBC ഉള്ള അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ള ആളുകളുടെ സംവരണം, അതിന്റെ ആനുകൂല്യങ്ങളെല്ലാം എടുത്ത് മുസ്ലിം വിഭാഗത്തിന് അദ്ദേഹം തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി എന്ന് എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ, ഇഫ് ഐ ആം അലൈവ്, ഞാൻ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മതത്തിനു മാത്രം റിസർവേഷൻ കൊടുക്കില്ല എന്നാണ് പറയുക. ഇത് വലിയൊരു വിവാദമായി. അതൊരു പക്ക ഒരു മതങ്ങൾക്കെതിരെയുള്ള ഒരു തുറന്ന യുദ്ധം. കാരണം മോഡി ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടത്തുകയും അത് ഇലക്ഷൻ കമ്മീഷൻ പോലും അവസാനം കേസെടുക്കാൻ, ഇങ്ങനെ മനസ്സോടെ കേസെടുക്കാൻ തക്ക സാഹചര്യത്തിൽ എത്തുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ വരുമ്പോൾ ഒന്ന് എൻ്റെ ആശങ്ക, ഇത്തരം മതപരമായിട്ടുള്ള പ്രസ്താവനകൾ അത് ജനാധിപത്യ രാജ്യത്ത് എത്രത്തോളം അപകടകരമാണ്. മറുവശത്ത് അങ്ങനെയൊരു മതസംവരണം എന്ന മോഡിയുടെ ആ ഒരു ആരോപണം എങ്ങനെയാണ് കേരളത്തിലുള്ള ജനങ്ങൾ എങ്ങനെയാണ് അതിനെ വായിച്ചെടുക്കേണ്ടത്? ഇലക്ഷൻ കഴിഞ്ഞുവെങ്കിലും എങ്ങനെയാണ് അതിൽ എന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് റോണിക്ക് തോന്നുന്നു? തീർച്ചയായിട്ടും പറഞ്ഞതില് കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇലക്ഷൻ സമയത്ത് ഒരു വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഒരു തന്ത്രമായി അതിനെ കാണേണ്ടതാണ്. മതപരമായ ധ്രുവീകരണത്തിന് മോദി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു മതധ്രുവീകരണം രാജ്യത്ത് കൊണ്ടുവരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ അതിൽ പോയിന്റ് ഉണ്ട്. നരേന്ദ്രമോദി പറഞ്ഞ കാര്യത്തിൽ മതസംവരണത്തിലേക്ക് ആക്കം കൂട്ടുന്ന അല്ല വിരൽ ചൂണ്ടുന്ന ഇലക്ഷൻ മാനിഫെസ്റ്റോ കാര്യങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മുമ്പും അതിന് ആനുപാതികമായിട്ടുള്ള, അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള നിലപാടുകളും ഇടപെടലുകളും ഒക്കെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നരേന്ദ്രമോദി ഇപ്പം തെളിച്ചു പറഞ്ഞു എന്നുള്ളത്. പക്ഷെ അതിൽ കുറച്ച് മതപരമായ വേർതിരിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനോടൊരിക്കലും ഒരു മതേതര രാജ്യത്ത് ജീവിക്കുന്ന നമുക്കതിനെ പിന്തുണയ്ക്കാൻ സാധിക്കില്ല. പക്ഷെ കോൺഗ്രസിൽ തിരുത്തലുകൾ വരുത്തേണ്ടതും ആവശ്യമാണ്. തീർച്ചയായും. ഫാദർ സാബിൻ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വിഭാഗം ഈ പറയുന്ന സംവരണങ്ങളെല്ലാം അവർക്ക് അനുകൂലമായി രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തു എന്നതാണ് മോഡി പറയുന്നതിന്റെ ആരോപണത്തിന്റെ ഒരു കഴമ്പ്. കേരളത്തിൽ നിന്ന് അതിനെ വായിക്കുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിന് സമാനമായ ഒരു സാഹചര്യം കേരളത്തിലും ഉണ്ട് എന്ന് പോലും നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അതിനെ ചേർത്ത് വായിക്കുന്നത്? തീർച്ചയായും കേരളം ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒരു വശത്ത് ജനസംഖ്യാ ശോഷണം, അത് ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ഫലമായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചൂടുമാറ്റങ്ങളും നമ്മൾ വളരെ കൃത്യതയോടുകൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എന്താണ് സംഭവം? OBC സംവരണം ഉണ്ട്, SC/ST സംവരണം ഉണ്ട്, അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉള്ള സംവരണങ്ങൾ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ ഭരണഘടന വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം, പ്രധാനമായിട്ട് 2 സംവരണങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ജാതി സംവരണം, മറ്റൊന്ന് സാമ്പത്തിക സംവരണം. ജാതി സംവരണം അത് ജാതീയതയെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അവരുടെ സോഷ്യൽ ആയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയാണ് ജാതി സംവരണം നടപ്പിൽ വരുത്തിയതിന്റെ പിന്നിലുള്ള കാരണം. സാമ്പത്തിക സംവരണം സ്വാഭാവികമായിട്ടും സാമൂഹികമായിട്ടുള്ള
ഉന്നതി ഉണ്ട് എന്ന് പറയുമ്പോഴും സാമ്പത്തിക പിന്നോക്കാവസ്ഥ ഒരു വിഭാഗത്തെ മുന്നോട്ട് നയിക്കാത്ത രീതിയിൽ അപകടകരമായിട്ട് തീരുന്ന സാഹചര്യമുണ്ട്. ഇവിടെ എന്താണ് കേരളത്തിലെ ഒരു പ്രശ്നം? ഇവിടെ ഈ ജാതി സംവരണത്തിനും സാമ്പത്തിക സംവരണത്തിനും ഉപരിയായിട്ട് മതസംവരണത്തിന് പ്രാധാന്യം വന്നിരിക്കുകയാണ്. നിലവിൽ മുസ്ലിം സമുദായത്തിലെ 12% വരുന്ന ആളുകൾക്കാണ് സംവരണം ആനുകൂല്യം ലഭിക്കുന്നത്. അതായത് OBC സംവരണം ഉണ്ട്, SC/ST സംവരണം ഉണ്ട്. അതെല്ലാം വിവിധങ്ങളായിട്ടുള്ള ജാതി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഹൈന്ദവ സമൂഹത്തിന് മുഴുവൻ സംവരണമില്ല, സിഖ് വിഭാഗത്തിനില്ല, മറ്റൊരു വിഭാഗത്തിനുമില്ല. പക്ഷേ ഈ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് മുസ്ലിം സമുദായത്തിന് മാത്രം 12% സംവരണം കിട്ടുന്നു. അതിന്റെ ചില അപകടങ്ങളാണോ അതല്ലെങ്കിൽ അനീതിയാണോ ഏതാണെന്നുള്ളത് നമ്മളെല്ലാവരും വിലയിരുത്തേണ്ടതാണ്. അനീതി എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു വാർത്ത, അത് സുപ്രഭാതം പത്രത്തിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വാർത്ത വന്നിരിക്കുന്നു, സിവിൽ സർവീസ് പരീക്ഷയിൽ 50 മുസ്ലിം വിദ്യാർത്ഥികൾക്ക് റാങ്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത്രയും ഒരു ഹ്യൂജ് നമ്പർ അതിൽ വരുന്നത്? അതെന്തുകൊണ്ടാണ് എന്നുള്ളത് വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ 12% ഈ സംവരണം വളരെ കൃത്യമായിട്ട് ഉപകാരപ്പെടുന്നു. നേരെ മറിച്ച് മറ്റ് സമൂഹങ്ങളെ എടുക്കുമ്പോൾ അത് വളരെ കുറവാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റ് ഹിന്ദു കമ്മ്യൂണിറ്റീസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സംവരണരഹിതരായിട്ടുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ളവരായിക്കൊള്ളട്ടെ, അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് ഈ ഓപ്പൺ കോട്ട മാത്രമാണ്. അതായത് പഠനത്തിൽ മികവ് പുലർത്തിയാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്നുള്ള അവസ്ഥ. ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് 15 ആണ്. 15 മാർക്ക് കട്ട് ഓഫ് മാർക്ക് വരുന്നുണ്ട് സാധാരണഗതിയിൽ പരീക്ഷകൾക്ക്. അപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു പരീക്ഷയ്ക്ക് ഓപ്പൺ കാറ്റഗറിയിലുള്ള ആൾക്ക്, സംവരണരഹിതരായിട്ടുള്ള ഒരാൾക്ക് 95 മാർക്കാണ് 100-ൽ ജയിക്കാൻ വേണ്ടതെങ്കിൽ അത് ഒരു സംവരണത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് 15 മാർക്ക് താഴെ മതി, ഒരു 80-85 മാർക്ക് എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ അപകടം എന്താ? 1-ാം റാങ്കിൽ നിന്ന് 2-ാം റാങ്കിലേക്ക് ഉള്ള ദൂരം ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാകും, അത് 0.1 പോയിന്റ് ഒക്കെയാണ്. അതായത് 1 മാർക്ക് പോലും വേണ്ട, 0.1 അതിൽ പോലും റാങ്കിങ് മാറുമ്പോൾ 15 മാർക്ക് കട്ട് ഓഫ് മാർക്ക് വരുന്ന ഒരവസ്ഥ സംജാതമായാൽ ഈ സംവരണമില്ലാത്ത അതിബുദ്ധിമാന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ റാങ്കിങ്ങിലേക്ക്, മുൻപന്തിയിലേക്ക് കയറി വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. സിവിൽ സർവീസ് പോലെ ഏതൊരു പരീക്ഷയും ആയിക്കൊള്ളട്ടെ, ബൗദ്ധിക നിലവാരം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ബൗദ്ധിക നിലവാരമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് പോലും ഈ സംവരണത്തിന്റെ ഈ കട്ട് ഓഫ് മാർക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ്. അവിടേക്കാണ് ഒരു മതവിഭാഗം മുഴുവനുമായിട്ട് ഈ 12% വരുന്ന സംവരണം കേരളത്തിലേക്ക് കിട്ടുന്നത്. അവിടെയാണ് ഇതിന്റെ അപകടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് അച്ഛൻ പറയുന്നതിന്റെ ഒരു പശ്ചാത്തലം, ജാതി സംവരണത്തിന് അതിനൊരു സാധുതയുണ്ട്. ഒന്നാമത് ജാതീയപരമായി പിന്നോക്കം നിൽക്കുന്ന വലിയൊരു മതവിഭാഗത്തെ, ഒരു മതസമൂഹത്തെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ മുഖ്യധാരയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അവരെ ഒരു പക്ഷേ വർഷങ്ങളായി, കാലങ്ങളായി, നൂറ്റാണ്ടുകളായി സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ പരിഭവങ്ങളും കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ആളുകളുടെ അവഗണനകളും ഒക്കെ സഹിച്ച് മുന്നോട്ട് വരുന്നു. അവർക്ക് ഒരു ഏണി നമ്മൾ വെച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലാഡർ ടു നെക്സ്റ്റ് ലെവലിലേക്ക് വരാൻ. അതിനെ അങ്ങ് എതിർക്കുന്നില്ല. അത് തീർച്ചയായും അത് സാമൂഹികമായിട്ടുള്ള ഒരു പിന്നോക്കാവസ്ഥയെ, അതിൽ നിന്നൊരു ഒരു മോചനം വേണം, അങ്ങനെയാണ്. പക്ഷേ അതിന്റെ ഒരു മറവിൽ, അതിനൊരു ബേസിൽ അവിടെ ഒരു മതസമൂഹത്തിൽ, ഇപ്പൊ കാത്തലിക് ചർച്ചിൽ തന്നെ, കത്തോലിക്ക സഭയിലാണെങ്കിൽ തന്നെ ലാറ്റിൻ ചർച്ചിനാണ് സംവരണമുള്ളത്. അതുപോലെ ഇപ്പൊ നാടാർ ക്രിസ്ത്യൻ, അങ്ങനെ വളരെ സെക്ട് ഓഫുകൾ എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയിലുള്ള മുഴുവൻ ആളുകൾക്കും സംവരണം കിട്ടുന്നില്ല. പക്ഷെ അതല്ല അവിടുത്തെ സാഹചര്യം. അതാണ് അങ്ങ് പറയാൻ വന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് അങ്ങ് കാണുന്ന പ്രശ്നങ്ങൾ? അതൊരു നീതി, അതിനകത്ത് എന്തൊക്കെയാണ് അതിലൊന്നും കൂട്ടിച്ചേർക്കട്ടെ. ഇപ്പൊ ജാതി സംവരണം, OBC റിസർവേഷൻ എന്നുള്ളത് ജാതി സംവരണം. ഈ ജാതി സംവരണത്തിൽ ജാതീയപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ചില ജാതികൾ വളരെ അധസ്ഥിതരായിട്ട് ജീവിക്കുന്ന ജാതികളുണ്ട്. ആ ജാതികൾക്ക് സമൂഹത്തിന്റെ മുന്നോക്കത്തിലേക്ക് കയറി വരുന്നതിന് വേണ്ടിയിട്ടാണ് ജാതി സംവരണം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു മതം മൊത്തത്തിൽ പിന്നോക്കാവസ്ഥയിലുണ്ടോ, അല്ലെങ്കിൽ പിന്നോക്കമായിട്ട് മാറ്റപ്പെടുന്നുണ്ടോ? ഇല്ല. ഇന്ത്യയിലെ ഒരു മതവും മൊത്തത്തിൽ പിന്നോക്കാവസ്ഥയിലാണ്, അല്ലെങ്കിൽ അവരെ മാറ്റി ഒരു ജാതിപരമായ അധിക്ഷേപത്തിനോ
അല്ലെങ്കിൽ ജാതിപരമായ വേർതിരിവുകളോ ഏതെങ്കിലും ഒരു മതവിഭാഗം മൊത്തത്തിൽ അനുഭവിക്കുന്നില്ല. അവിടെയാണ് കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് മൊത്തം മുസ്ലിമായിട്ട് ജനിച്ചാൽ അത് എത്ര സമ്പന്നനായാലും അവൻ റിസർവേഷന്റെ പരിധിയിലേക്ക് പെടുന്നു എന്നുള്ളത്. അതിനെയാണ് നരേന്ദ്രമോദി ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അത് ശരിയല്ല, തീർച്ചയായിട്ടും അത് ശരിയല്ല. ഭരണഘടനാപരമായിട്ട് മതസംവരണം ഇന്ത്യൻ ഭരണഘടനയിൽ അനുവദിച്ചിട്ടില്ല. അത് കേരളത്തിൽ പക്ഷെ ഇപ്പോൾ മതസംവരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തില് മുസ്ലിം സമുദായത്തിലെ എല്ലാവർക്കും സംവരണമുണ്ട്. ഏതെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിലെ എല്ലാവർക്കും സംവരണം ഉണ്ടോ? ഇല്ല. ഹിന്ദു സമുദായത്തിലെ എല്ലാവർക്കും സംവരണം ഉണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഈ മതസംവരണം കേരളത്തിൽ മാത്രം വന്നത്? അതിനെ എന്തുകൊണ്ട് കോൺഗ്രസോ LDF സർക്കാർ ഇടതു മുന്നണികളോ അതിനെ ചലഞ്ച് ചെയ്യപ്പെടാത്തത്? അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് BJP ഈ ഒരു വിഷയത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. മുമ്പ് വടക്കേ ഇന്ത്യകളിലും മറ്റ് സൗത്ത് ഇന്ത്യകളിലും ഇതിനുള്ള ഒരു ആക്കം കൊണ്ടുവന്നിരുന്നു. അതിപ്പോ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനി കോൺഗ്രസ് വരികയാണെങ്കിൽ അതിലേക്ക് കൂടുതൽ അതായത് അനുഭാവം പുലർത്തും. പ്രകടന പത്രികയിൽ അതിനേക്കുള്ള സൂചനയുണ്ട്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? OBC റിസർവേഷൻ 50% നിന്ന് കൂട്ടും. നിലവിലെ 50% OBC ജാതി സംവരണങ്ങൾ കൊണ്ട്, ബാക്കി 50%മാണ് ജനറൽ കോട്ട. വീണ്ടും ഈ 50% ഇനിയും OBC റിസർവേഷൻ കൂട്ടുമെന്ന് പറയുമ്പോൾ ജനറൽ വിഭാഗക്കാർ എവിടേക്ക് പോകും? ഇത് ആരെ സഹായിക്കാനാണ്? ഇന്ത്യയിലുള്ള എല്ലാ ജാതികളെ സഹായിക്കാനാണോ? അല്ല. അതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ കേരളത്തിലെ ഇലക്ഷന് മുമ്പ് ആ ഒരു അജണ്ട ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഇപ്പോൾ BJP അത് എടുത്തു കൊണ്ടുവരുന്നുണ്ട്. അത് അവരുടെ താല്പര്യമായിരിക്കാം. പക്ഷേ ഇനി രണ്ടാമത് EWS റിസർവേഷൻ, സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊണ്ടുവന്നുള്ള 10% റിസർവേഷനാണ് EWS റിസർവേഷൻ. ഈ EWS റിസർവേഷനെ OBC റിസർവേഷന്റെ ആനുകൂല്യം പറ്റുന്ന എല്ലാ വിഭാഗക്കാരും ഒന്നടങ്കം എതിർത്തിരുന്നു. അതെ, തീർച്ചയായും. അപ്പൊ ആ EWS റിസർവേഷനിൽ OBC റിസർവേഷൻ ഉൾപ്പെടുത്തുമെന്നും കൂടിയാണ് കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ പറയുന്നത്. തീർച്ചയായും ഇവിടെ ഒരു പ്രശ്നം അപകടമാണ്. ഇവിടെ EWS സംവരണത്തെ കുറിച്ച് പറയുന്നത്. ഇപ്പം നമുക്ക് ആദ്യഘട്ടം അവസാനിപ്പിക്കാം. അതായത് ഇതിനകത്ത് ഒരു മതസമൂഹത്തിന് ഒന്നാകെ സംവരണം തരുന്നത്, അത് ഒന്ന് സംവരണം എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് ലംഘനമാണ്. രണ്ടാമത് ഒരു സാമൂഹിക നീതി അത് ഉറപ്പാക്കുന്നില്ല. ഒരു പ്രിവിലേജ്ഡ് ആയി ഒരു മതസമൂഹം മാറുകയും ആ മതസമൂഹത്തിൽ അവർക്ക് എന്തുവാകാം. മാത്രമല്ല അങ്ങനെ സംവരണം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വോട്ട് ബാങ്ക് ആയി മാറുന്നു. തീർച്ചയായിട്ടും അവരുടെ ബാർഗെയിനിങ് പവർ മാറുന്നു. അവർ പറയുന്ന പോലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുന്നോട്ട് വരും. തീർച്ചയായും സംവരണം എന്ന് പറയുന്നത് അത് ജോലിയെയും എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്ന ഒരു വലിയൊരു സാധ്യതയാണ്, അവസരമാണ്. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന സാമ്പത്തിക സംവരണത്തെ കുറിച്ച് ടോണി സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഇത് വലിയ വിവാദമാവുകയും മറ്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അത് ഇരു കൈ നീട്ടി, ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളും ഇരു കൈകൾ നീട്ടി അത് സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. പക്ഷെ ഇവിടെ പലർക്കും ആനുകൂല്യങ്ങൾ കിട്ടുകയും പലർക്കും സംവരണം ലഭിക്കുകയും ചെയ്യുമ്പോഴും കത്തോലിക്ക സഭയിൽ ജനിച്ച് അല്ലെങ്കിൽ സാമ്പത്തികമായി മുന്നോക്കമാണ് എന്ന് സമൂഹം കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ചില സമൂഹങ്ങൾക്ക് അവർ സാമ്പത്തികമായി മുന്നോക്കമാണ് അല്ലെങ്കിൽ എന്ന ലേബൽ ചെയ്യപ്പെട്ട സമൂഹം അവരുടെ പിന്നോക്കാവസ്ഥയിൽ കഷ്ടപ്പെട്ട് വിഷമിച്ച് ദുരിതത്തിലാകുന്ന ഘട്ടത്തിലും അവര് സമൂഹത്തിന്റെ ഒരു റിസർവേഷൻ സംവിധാനങ്ങൾ റഡാറുകളിൽ പെടാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സമയത്താണ് സാമ്പത്തിക സംവരണം കൊണ്ടുവരുന്നത്. അത് ഏറെക്കുറെ തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമാണ്. പക്ഷെ ഇങ്ങനെയൊരു തീരുമാനം ഇന്ത്യ നടപ്പാക്കിയിട്ട് കേരളത്തിൽ എത്ര സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉന്നത ജാതി അല്ലെങ്കിൽ ഉന്നത ജാതി എന്ന് വിളിക്കപ്പെടുന്ന സമൂഹത്തിൽ ജനിച്ചവർക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്ന ചോദ്യവുമാണ് എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും ഭയപ്പെടുത്തുന്ന ചോദ്യം. എന്താണ് സബിൻ? അതില് വിരോധാഭാസപരമായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഈ 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 2019 ഈ NDA ഗവൺമെന്റ് ഇങ്ങനെ ഒരു സംവരണം, സാമ്പത്തിക സംവരണം, EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് റിസർവേഷൻ, അതായത് അതിനെ ആദ്യം മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഗവൺമെന്റ് രേഖകളിലെല്ലാം മുന്നാക്ക സംവരണം എന്നുള്ളതായിരുന്നു. അതിൽ തന്നെ ഒരു ഇരട്ടത്താപ്പുണ്ട്. അതായത് ഇവരെല്ലാം മുന്നാക്ക സമുദായക്കാരാണ്, ഇവർക്ക് അർഹതയില്ലാത്ത ഒരു സംവരണം കൊണ്ടുവന്നിരിക്കുന്നു. അതിനുശേഷം പിന്നീട് അത് നിരന്തരമായിട്ട് അതും മാറി ഇപ്പോൾ സംവരണ ഇതര വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സംവരണം എന്നുള്ളതാക്കി മാറ്റി. സംവരണേതര വിഭാഗം ലഭിക്കാത്ത വിഭാഗം, അതാണ് ശരിക്കുള്ള വേർഡ്. അല്ലാണ്ട് മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാരൊന്നുമില്ല. മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന നോക്കുകയാണെങ്കിൽ മുന്നോക്ക സംവരണം മാത്രമാണ്. അതൊരു അജണ്ടയാണ്. ഞാൻ ഈ കാര്യത്തിലേക്ക് വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഇടയിലുള്ള ചില രാഷ്ട്രീയ അടിമത്തം പുലർത്തുന്ന സവർണ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ, അവര് വളരെ ബോധപൂർവം ഈ സംവരണത്തെ
പ്രൊമോട്ട് ചെയ്യാതിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഞാൻ ഈ സംവരണത്തെക്കുറിച്ച് കേട്ട നാൾ മുതൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സഭയിലെ വിവിധ തലങ്ങളിലെ നേതൃത്വത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ സംവരണം BJPയുടെ അജണ്ടയാണ്, അതിലൂടെ BJPയിലേക്ക് നമ്മുടെ ആളുകളെല്ലാം പോകും എന്ന് പറഞ്ഞു പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന സംഭവങ്ങൾ ഈ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം ഇവിടെയുണ്ട്. അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു സംവരണം ഉണ്ട്, ആ സംവരണത്തിന്റെ സാധ്യത എന്താണ് എന്ന് പഠിക്കേണ്ടവർ അത് കൃത്യതയോടുകൂടെ പഠിക്കാതെ പോകുന്നു എന്നുള്ളത് ഒന്നാമത്തെ അപകടമാണ്. അതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ പൂർവികർ സംവരണം വേണോ എന്ന് ചോദിച്ചപ്പോൾ സംവരണം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഗതികേടിലായി നിൽക്കുന്നത്. ഇന്നൊരവസരം വന്നിരിക്കുന്നു, 10% സംവരണം നമുക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നിട്ട് ആ സാഹചര്യം പ്രയോജനപ്പെടുത്താൻ എത്ര ആളുകൾ പരിശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ഒരു, പ്രത്യേകിച്ച് ഇവിടെയുള്ള ഈ സംവരണ രഹിതരായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും ഗൗരവത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. അത് ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഈ സാമ്പത്തിക സംവരണം 2 രീതിയിലുണ്ട്. ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും, 2 കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് 2 മാനദണ്ഡങ്ങളാണ് കേരളത്തിലുള്ളത്. ഒന്ന്, പഞ്ചായത്ത് പ്രദേശങ്ങളിലാണെങ്കിൽ ആകെ കുടുംബത്തിന്റെ ഭൂസ്വത്ത് 2.5 ഏക്കറിൽ കൂടരുത്, ആകെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 4 ലക്ഷത്തിൽ കൂടരുത്. ഈ 2 ക്ലോസുകളിൽ കഴിയുന്നത് തീരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള സർക്കാർ ഇങ്ങനെ ഒരു പഠനം ഇതിനെക്കുറിച്ച് നടത്തി 2.5 ഏക്കർ എന്ന് നിജപ്പെടുത്തി. നമ്മുടെ മലയോര മേഖലയിലെ, ഇടുക്കി അല്ലെങ്കിൽ മലബാറിലേക്കൊക്കെ വരുമ്പോൾ മലയോര മേഖലയിലെ കാർഷിക വൃത്തി എന്ന് പറയുന്നത് ഒന്നുമില്ലാതായി. ചിലപ്പോ ഈ പാവപ്പെട്ട മനുഷ്യരാണ് അവർക്ക് ഒരു 4-5 ഏക്കർ സ്ഥലം ഉണ്ടാകും. പക്ഷെ അതിൽ നിന്ന് ദിവസം ഒരു 150 രൂപ വരുമാനം കിട്ടാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. അപ്പോൾ ആ കുടുംബങ്ങളിലുള്ള ഈ പാവപ്പെട്ടവരായിട്ടുള്ള ഈ മനുഷ്യർക്ക് ഈ സംവരണം കിട്ടാൻ ബുദ്ധിമുട്ട് നേരിടും. കാരണം 2.5 ഏക്കറിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ ഈ സംവരണം കിട്ടിയാലാത്ത സാഹചര്യമുണ്ട്. ഓക്കെ, 4 ലക്ഷം അത് പിന്നെ പ്രശ്നമില്ല. കാരണം ഇവിടെ ഒരു 70% വരുന്ന സംവരണരഹിത വിഭാഗങ്ങൾക്കും ഈ 4 ലക്ഷത്തിന്റെ അടുത്ത് വരുമാനമില്ല. അപ്പോൾ അവിടെയാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഒരു ഇരട്ടത്താപ്പ് എന്ന് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യഘട്ടത്തിൽ ഈ സംവരണം നടപ്പിലാക്കി, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ആദ്യഘട്ടത്തിൽ PSC പരീക്ഷയിലെ പ്രധാനപ്പെട്ട പല പോസ്റ്റുകളും വിളിച്ചുപോയി. അന്ന് അവർ ഈ സംവരണം ഇതിൽ ഉൾപ്പെടുത്തിയില്ല. ഒരു കാര്യം അതേപോലെ തന്നെ ഉള്ളത്, പല മത്സര പരീക്ഷകളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഉദാഹരണത്തിന് കേട്ടറ്റ് പോലെയുള്ള പരീക്ഷകൾ, കേട്ടറ്റിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ പറയുന്നത് കാരണം കേന്ദ്ര ഗവൺമെന്റ് മറ്റു പല മത്സര പരീക്ഷകളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ചില കാര്യങ്ങളിൽ മാത്രം കേന്ദ്ര ഗവൺമെന്റിന് എതിരെ പറയുകയും, ചില കാര്യങ്ങൾ വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പല്ലേ എന്നുള്ളത്. ഇനി ഇതിലും ഗൗരവപരമായിട്ടുള്ളൊരു വിഷയം, കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരമുള്ള EWS സർട്ടിഫിക്കറ്റ് കിട്ടാൻ 4 മാനദണ്ഡങ്ങളാണുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹൗസ് പ്ലോട്ട് 4.2 സെന്റിൽ കൂടരുതെന്നാണ് പഞ്ചായത്ത് പ്രദേശത്ത്. അപ്പൊ നമ്മൾക്കറിയാം, നമ്മളുടെയൊക്കെ ആളുകൾ ഈ കൃഷിഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവരാണ്. ഇവരുടെ വീട് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയാണെന്നിരിക്കട്ടെ, ഇവരുടെ ഈ ഹൗസ് പ്ലോട്ട് എങ്ങനെയാണ് നിർണ്ണയിക്കുക? ഇതൊരു ഒഴിയാബാധ പോലെ നിന്ന ഒരു കാര്യമാണ്. അത് നിരന്തരമായിട്ട് ഈ വിഭാഗങ്ങളിൽ നിന്ന് പരാതികൾ ഉയർന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിർദ്ദേശം വെച്ചു. അതായത് കൃഷിഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്ന ആളുകൾ, അവരുടെ വീട് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയാണെങ്കിൽ അതിന്റെ പ്ലിന്ത് ഏരിയ കണക്കാക്കിയിട്ട് ഈ ഹൗസ് പ്ലോട്ട് നിർണ്ണയിക്കാം. ഇത് നമ്മളുടെ മുന്നാക്ക സമുദായ കമ്മീഷൻ മുഖാന്തരം ഗവൺമെന്റിനെ ഇത് കൃത്യമായിട്ട് അറിയിച്ചിട്ടുള്ളതാണ്. ഗവൺമെന്റ് അതിൽ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് സംസ്ഥാന സർക്കാർ ഈ നിർദ്ദേശം നടപ്പിലാക്കണമെന്ന് പറയണം. അത് നടപ്പിലാക്കുന്നില്ല. അതിനകത്ത് അതായത് കേരള സർക്കാർ തീരുമാനിക്കാം. ഇത്തരം നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇതിൽ കുറെ ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ടായിരുന്നു. ഹൗസ് പ്ലോട്ട് എങ്ങനെ നിർണ്ണയിക്കണം, ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ വരിക, എങ്ങനെയാണ് ഹൗസ് പ്ലോട്ടിന്റെ നിർവചനം കൊണ്ടുവരേണ്ടത്. അത് 2022 സെപ്റ്റംബർ 22 2022 അന്ന് എല്ലാ സ്റ്റേറ്റ് സെക്രട്ടറിമാർക്കും കേന്ദ്രം നിർദ്ദേശങ്ങൾ അയച്ചു കൊടുത്തു. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യണം, അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോർവേഡ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അത് നടപ്പിലാക്കാൻ പറ്റും. ഇപ്പൊ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ഫോർവേഡ് ചെയ്യാത്തത് കൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർ കേരളത്തിലില്ല. ഇപ്പോൾ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ.
പിന്നെ അവർക്ക് ഹൈക്കോടതിയിൽ കേസിന് പോകണ്ടാവും. ഇപ്പോഴുള്ള അപകടം കേസിന് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ആയിരിക്കുന്ന എന്റെ രൂപതയിൽ തന്നെ ഏകദേശം 12ഓളം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 12ഓളം കുട്ടികൾക്ക്. അവരിൽ എല്ലാവർക്കും തന്നെ അത് കിട്ടി. അത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഇത് കിട്ടുക. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെറും 5 സെന്റ് സ്ഥലം മാത്രമുള്ള ഈ പാവപ്പെട്ടവനാ. 5 സെന്റ് സ്ഥലം ഒരു കൂരയും ഉള്ളൂ. പക്ഷെ 4.2 സെന്റിൽ കൂടുതലാണ് ഇവനെന്ന് പറഞ്ഞിട്ട് ഇവൻ പണക്കാരനാകുക. മനസ്സിലാകുന്നുണ്ടോ ഇതിന്റെ അപകടം? ഇനി ഇതിന്റെ അകത്ത് ഒരു അനീതി കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഈ OBC ഇതൊരു സാമ്പത്തിക സംവരണമാണ്. ഈ OBC സംവരണത്തിന്റെ നോൺ ക്രീമി ലെയർ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. അതിപ്പോ പലരും പറയും എല്ലാ OBC-ക്കാർക്കും ഇതൊന്നും കിട്ടുന്നില്ല. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്താണ്? 8 ലക്ഷം രൂപയാണ്. ഈ 8 ലക്ഷം രൂപ എങ്ങനെയാണ് മാനദണ്ഡം? നമ്മളുടെ സാമ്പത്തിക സംവരണത്തിന്റെ 8 ലക്ഷത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് എല്ലാ വിധത്തിലുള്ള വരുമാനവും കൂടിയാണ്. അതായത് കൂലിപ്പണിക്ക് പോയാൽ കിട്ടുന്ന വരുമാനം അത് കാണിക്കണം. അത് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുകയാണ്. പക്ഷേ OBC-യുടെ 8 ലക്ഷത്തിന്റെ വരുമാന പരിധി എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് അറിയോ? അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാകും. ഞാനത് ഈ വിഷയം ഒന്ന് പഠിച്ച സമയത്ത് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. അതായത് ഗ്രേഡ് 1 ഗ്രേഡ് 2 സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവര് ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന്റെ അവർക്ക് കിട്ടില്ല. അതിന് താഴോട്ട് വരുന്നവർ കൃഷിഭൂമിയിൽ നിന്നുള്ള വരുമാനം, ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വരുമാനങ്ങളൊന്നും കണക്കാക്കിയല്ല. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു, എനിക്ക് 12 ഏക്കർ ഭൂമിയുണ്ട്. ആ 12 ഏക്കർ കൃഷിഭൂമിയിൽ നിന്നുള്ള വരുമാനം പരിഗണിക്കില്ല. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്റെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശമ്പളവും പരിഗണിക്കില്ല. എനിക്ക് മറ്റെന്തെങ്കിലും ഇതുപോലെ സ്ഥിര വരുമാനമാണ്, അതും പരിഗണിക്കില്ല. ഇതൊന്നും ഇല്ലാണ്ട് വല്ല വാടക കെട്ടിടമൊക്കെ ഉണ്ടെങ്കിൽ അതിന്നുള്ള വരുമാനം മാത്രം പരിഗണിച്ച് അത് 8 ലക്ഷം രൂപയാണെങ്കിൽ മാത്രമാണ്. അതിന്റെ ഒരു പ്രത്യേകതയോടെ പറയട്ടെ, അങ്ങനെ വരുമ്പോ നമ്മുടെ യൂസിഫ് അലി സാറല്ലേ, അദ്ദേഹത്തിന്റെ കൊച്ചുമകൾക്ക് ഈ സംവരണം കിട്ടും. തങ്ങൾ ഫാമിലിയിലുള്ള എല്ലാവർക്കും കിട്ടും. അതെന്തുകൊണ്ടാണ്? ഫാമിലിയുള്ള എല്ലാവർക്കും കിട്ടും. ഈ സംവരണത്തിന് കോടികൾ സ്വത്ത് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും ഉൾപ്പെടുന്നവരാണ്. അവർക്ക് ഈ ക്രീമി ലെയർ നോൺ ക്രീമി ലെയർ മാനദണ്ഡ പ്രകാരം പരിശോധിക്കുമ്പോൾ 8 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് ഈ ഇതിനകത്തൊരു കാര്യം കൂടെ, ഒരു ക്ലോസ് കൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അത് നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു കാര്യം, ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ പിതാവിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അതാണ് മാനദണ്ഡമാക്കുക. ഇപ്പൊ ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് ഈ പിതാവ് സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും, ചിലപ്പോൾ IAS ഉദ്യോഗസ്ഥനായിരിക്കില്ല, ഗ്രേഡ് 1 ജീവനക്കാരനായിരിക്കില്ല. ആ മാനദണ്ഡവും കൂടി ഇതിന്റെ അകത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗ്രേഡ് 1 ആയാൽ അത് മാറുമെന്ന് തോന്നുന്നു. ജനിക്കുമ്പോഴത്തെ സ്റ്റാറ്റസ് അല്ല. ശരി, പിന്നീട് പറഞ്ഞു വന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന സാമ്പത്തിക സംവരണത്തിനകത്ത് കാത്തലിക്സിന് അല്ലെങ്കിൽ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു വലിയൊരു വിഭാഗം ആളുകൾക്ക് അനീതിയാണ് ഉണ്ടാകുന്നത്. ദേശീയ തലത്തിൽ അങ്ങനെ ഒരു നയം ഉണ്ടാവുകയും അത് സംസ്ഥാനം തിരുത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയും കാലം ഇത്ര കഴിഞ്ഞിട്ടും അതിൽ ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് അതിന്റെ ഒന്നാമത്തെ പ്രശ്നം. അതിലൊരു അനീതി കൂടെ ഉണ്ട്. കാരണം 3 വർഷം കൂടുമ്പോഴാണ് EWS റിസർവേഷന്റെ മാനദണ്ഡങ്ങൾ പരിശോധിക്കേണ്ടത്. അതായത് 2019 ജനുവരി 12 കേന്ദ്രം EWS റിസർവേഷൻ കൊണ്ടുവന്നു. 2020 ജനുവരി 3 സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ 2023 ജനുവരി 3 സ്റ്റേറ്റിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി ആനുകാലികമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരണമായിരുന്നു. 2024 ഇത് ഏപ്രിൽ മാസം കഴിയാനായി. ഇതുവരെയായിട്ടും സ്റ്റേറ്റ് ആ വിഷയത്തിലേക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറയുന്നുണ്ട് JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് അത് നടപ്പിലാക്കണം, അല്ലെങ്കിൽ അത് ചർച്ചാ വിഷയമാകണം. ഈ EWS സംവരണവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള ഈ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ JB കോശി കമ്മീഷന്റെ നിർദ്ദേശങ്ങളിൽ വന്നിട്ടുണ്ട്. അത് നമുക്കറിയാം, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുറഞ്ഞ പക്ഷം JB കോശി കമ്മീഷൻ റിപ്പോർട്ടെങ്കിലും ഒന്ന് ഗൗരവത്തിലെടുക്കുകയും അത് ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പല പ്രതിസന്ധികൾക്കും പരിഹാരം ഉണ്ടാകും. നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ മതസംവരണം ഇവിടെ എങ്ങനെ കൊണ്ടുവന്നു? സച്ചാർ കമ്മിറ്റിയുടെ ഫലമായിട്ട് പാലുള്ള മുഹദ്ദിക്കുട്ടി കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു. പാലുള്ള മുഹദ്ദിക്കുട്ടി കമ്മീഷൻ റിപ്പോർട്ട് അത് സബ്മിറ്റ് ചെയ്തതിന്റെ ഒരു 6 മാസത്തിനുള്ളിൽ ഇവിടെ ന്യൂനപക്ഷ വകുപ്പുകൾ വരികയും ബാക്കി ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഒരു സെറ്റ് ഓഫ് കാസ്റ്റുകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യമെന്നും
ബാക്കിയുള്ളവരൊന്നും ഈ ആനുകൂല്യത്തിൽ പെടുകയില്ല എന്നും ഇല്ല, കൃത്യമായി exact ആയിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പക്ഷെ അതെങ്ങനെയാണ് ഹൈജാക്ക് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അത് കേരളത്തിലേക്ക് വന്നു. സച്ചാർ കമ്മിറ്റി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ് ശരി. സച്ചാർ കമ്മിറ്റി. അവിടെ 5 വിഭാഗം മുസ്ലിം വിഭാഗങ്ങളാണ്. അതിനകത്ത് 1-2 വിഭാഗങ്ങൾ മാത്രമാണ് പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നുള്ളൂ എന്ന് വ്യക്തമായ സച്ചാർ കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വന്നത് പാലോളി മുഹമ്മദ് കുട്ടിയെ വെച്ചിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ച് ഇത് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ അത് എല്ലാവർക്കും അവരുടെ റിപ്പോർട്ടിൽ മുസ്ലിം വിഭാഗം ഓൾ മുസ്ലിംസ് ഫോളോസ് ഇസ്ലാം, പിന്നെ അതിൽ മാപ്പിള എന്ന് പറയുന്ന ടേമും കടന്നു വന്നിട്ടുണ്ട്. അല്ല, മാപ്പിള മുമ്പത്തെ ആയിരുന്നു. മാപ്പിള എന്നുള്ള ടൈം പിന്നീട് പോയി, പിന്നെ ഓൾ മുസ്ലിംസ് ആയി. അപ്പം അത് ഇതിന്റെ പിന്നിലൊക്കെ കുറെ അജണ്ടകളുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ടാവുകയും അങ്ങനെയാണ് ഈ പറയുന്ന ഒരു നരേന്ദ്രമോദി പറയുന്നത് പോലെയുള്ള ഒരു മതസംവരണം ഈ മറ്റ് പല സംസ്ഥാനങ്ങൾ ഉണ്ടാവുകയും കേരളം അതിന്റെ ഏറ്റവും ആദ്യം അത് നടപ്പാക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നായി കേരളം മാറുകയും ചെയ്തു. ഇപ്പൊ എന്റെ അറിവില് മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ല. കേരളത്തിൽ മാത്രമാണ് മതസംവരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, ചലഞ്ച് ചെയ്യപ്പെടാതെ ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളും ചോദ്യം ചെയ്യാനുള്ളത് അവിടെയാണ് മോദിയുടെ വാക്കുകൾക്ക് പ്രസക്തി. പക്ഷെ മോദി എന്തുകൊണ്ടായിരിക്കും കേരളം പോലെ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് അതിന്റെ ഇലക്ഷൻ മുമ്പ് തന്നെ മോദി ഇത് തുടങ്ങി വെച്ച് ഈ നിലയ്ക്ക് ആരോപണങ്ങളോ പരാമർശങ്ങളോ നമ്മൾ മോദിയുടെ രാഷ്ട്രീയം മറ്റൊന്നാണ്. ഞങ്ങളിവിടെ പറഞ്ഞത് ഇതിന്റെ പിന്നിലെ അനീതിയെ കുറിച്ചാണ്. ഇത് ചർച്ച ചെയ്യപ്പെടണം. കേരളത്തില് ഇലക്ഷൻ വന്ന സമയത്തൊക്കെ ഇവിടെ മണിപ്പൂർ വിഷയം പറഞ്ഞ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ക്രൈസ്തവ ന്യൂനപക്ഷം, ഞാൻ പറയുന്നു, ഒരു വശത്ത് അപകടങ്ങളുണ്ട്, ഒരു വശത്ത് കൊല ചെയ്യപ്പെടുന്നുണ്ട്, ആക്രമിക്കപ്പെടുന്നുണ്ട്. മറുവശത്ത് ഈ വെള്ളത്തിലേക്ക് മുക്കി പിടിച്ചിട്ട് ശ്വാസം കിട്ടാൻ ഒന്ന് പൊന്തി വരാൻ സാധിക്കാത്ത കാലിന്റെ അടിയിൽ പിടിച്ച് വലിച്ച് വെള്ളത്തിന്റെ അടിയിലേക്ക് മുക്കിക്കൊല്ലുന്നത് ഇവർ ആരും എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? അതെന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല? അപ്പൊ സംവരണം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവരെല്ലാവരും, അല്ലെങ്കിൽ കേരളത്തിലെ ഈ സംവരണരഹിതരായിട്ടുള്ള 164 വിഭാഗങ്ങൾ എന്നാണ്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയും ഇത് ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവർക്കാണോ ഈ സംവരണം ഉള്ളത്? അല്ലല്ലോ. ഒരു മതത്തിലും വിശ്വസിക്കാത്ത അനാഥരായിട്ടുള്ളവര്, അതുപോലെ നിരീശ്വരവാദികളായിട്ടുള്ളവർ, ഇവർക്കൊക്കെ ഈ സംവരണത്തിന് അവകാശമുണ്ട്. അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. അതായത് ഒരു സാമൂഹിക നന്മ എന്ന് പറയുന്ന ഒരു കാര്യവും കൂടി ഈ സാമ്പത്തിക സംവരണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയാണ് ഈ സാമ്പത്തിക സംവരണം നിരന്തരമായിട്ട് ചോദ്യം ചെയ്യപ്പെടുകയും നേരെ മറിച്ച് ഇവിടെ നിലനിൽക്കുന്ന മതസംവരണം എന്ന് പറയുന്ന ഒരു അനീതി ഗ്ലോറിഫൈഡ് ആയിട്ട് മാറുകയും ചെയ്യുക. കഴിഞ്ഞ ദിവസം ഞാൻ BT ബൽറാം അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. കർണാടകയിലെ മതസംവരണത്തെ കുറിച്ചാണ് പറയുക. ഒരു മതസമൂഹം മുഴുവനും പിന്നോക്കാവസ്ഥ നേരിടുമ്പോൾ അവരെ സഹായിക്കുകയല്ലേ വേണ്ടത്? എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഈ നാടിന്റെ ഭരണഘടന എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ബേസിക് സെൻസ് അദ്ദേഹത്തിന് ഉണ്ടാകണം. വളരെ കൃത്യമായിട്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അന്ധമായി ഒരു സംവിധാനത്തെ, അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ എല്ലാ കാര്യത്തെയും അന്ധമായിട്ട് BJPയുടെ നയങ്ങളെ മുഴുവൻ അന്ധമായിട്ട് എതിർക്കണം എന്ന് ഞാൻ പറയില്ല. ഓരോ വിഷയത്തെയും വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, ഉൾക്കൊള്ളാൻ കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അധാർമികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവയൊക്കെ വിലയിരുത്തപ്പെടേണ്ടതല്ലേ? അത് വിലയിരുത്തപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയം വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇതിൽ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ സംവരണരഹിതരായിട്ടുള്ള വിഭാഗങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയക്കാർ. ഇത് നിയമസഭയിൽ ഉയരേണ്ട ചോദ്യമാണ് ഇതെല്ലാം. ആരെങ്കിലും ഈ ചോദ്യം ഉയർത്തുന്നുണ്ടോ? ഇല്ല. പിന്നെ ആരാണ്? നമ്മളിവിടെ ഇരുന്ന് ഈ ചർച്ച നടത്തുന്നു, ഈ ചർച്ച കുറെ ആളുകൾ കേൾക്കുന്നു, ഇനി ഇതെന്ത് ചെയ്യുമെന്ന് അറിയാതെ ആളുകൾ ആകുലപ്പെടുന്നു. അതായത് 80-20 വിഷയം വന്ന സമയത്ത് കേരളത്തിലെ പൊതു തരംഗത്തിലുണ്ടായ ഒരു വിഷയം, അതിന് അനുചിതമായ ഒരു കേസായിരുന്നെന്നും അല്ലെങ്കിൽ ആ കേസിന് പോകേണ്ടിയിരുന്നില്ലെന്നും ഒക്കെയുള്ള വലിയ വാദങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ ചാനൽ ഉൾപ്പെടെ എല്ലാ ചാനലിലും വലിയ ചർച്ചയാവുകയും ആ സമയത്ത് ഇത് 2 തട്ടിലേക്ക് മനുഷ്യരെ വിഭജിക്കുന്നതാണ് നമ്മുടെ ക്രൈസ്തവർ കൊടുത്ത കേസ് എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ആ സമയത്തും നമ്മുടെ നേതാക്കളുടെ അടുത്ത ഒരു ബുദ്ധിപൂർവമായ ഒരു മൗനമുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. അതിന്റെ നീതിയെക്കുറിച്ചോ സാമൂഹികമായ നീതിയെക്കുറിച്ചോ ഒന്നും നമ്മുടെ നാട്ടിൽ ചർച്ച ഉണ്ടായില്ല. മറ്റേതെങ്കിലും വിഭാഗത്തിന്റെ സംവരണം കുറയുമോ
ഈ സംവരണം വന്നു കഴിയുമ്പോൾ അവർക്ക് കിട്ടേണ്ടത് എന്തെങ്കിലും കിട്ടാതിരിക്കുമോ എന്ന ഒരു സന്ദേഹത്തിന്റെ പുറത്തായിരുന്നു ആ ആരോപണങ്ങളും അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള കാര്യങ്ങളുമെല്ലാം. അതിലൊരു കഴമ്പുമില്ല. അതായിരുന്നു അന്നത്തെ ഡിബേറ്റ്. അതിൽ എനിക്കൊരു തിരുത്തുണ്ട്. കാരണം 80:20 വിഷയം വന്നപ്പോ ശരിക്കും സഭയ്ക്കെതിരെ അല്ലെങ്കിൽ നമുക്കെതിരായിട്ടാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും നിന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്നതിന്റെ കാരണം വോട്ട് ബാങ്ക് അല്ലേ എന്നാണ്. തീർച്ചയായിട്ടും വോട്ട് ബാങ്ക് തന്നെയാണ്. കാരണം അതേ ഒരു വിഷയം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതായത് അന്ന് അതിന് സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇത്രയും അനീതിയിൽ ഈ റിസർവേഷൻ ഈ രാജ്യത്ത് ഉണ്ട്. ഒന്ന്, രണ്ട്, അത് കിട്ടാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ള EWS എന്ന റിസർവേഷൻ ലഭിക്കാൻ സാധ്യതയുള്ള വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഈ സർക്കാരിനെ മെല്ലെ പോക്കുകൊണ്ടും മനഃപൂർവ്വമുള്ള ചുവപ്പ് നാട വിരിച്ചുകൊണ്ടുള്ള ഈ ഒരു ചുറുചുറുക്കില്ലാത്ത നിലപാടുകൾ കൊണ്ടും നമ്മുടെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഒരുപക്ഷെ കേന്ദ്ര സർവീസിലും കേരളത്തിലെ സംസ്ഥാന സർക്കാർ പരീക്ഷകളും ഒക്കെ ജയിച്ച് ഉന്നത പദവിയിലെത്താൻ പോകുന്ന നിരവധി ആളുകളുടെ ലൈഫിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടും ആ നിലയ്ക്കുള്ള പ്രതിഷേധം, ആ നിലയ്ക്കുള്ള ഒരു ചോദ്യം ചെയ്യലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുമില്ല. അതിനുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ അതിൽ ഇടപെടുന്നുമില്ല. ഇവിടെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അതായത് ന്യൂനപക്ഷ അവകാശങ്ങളും സംവരണവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. അത് പലപ്പോഴും ചർച്ചകളിൽ അപകടം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ന്യൂനപക്ഷ അവകാശം വേറെ ഒരു കാറ്റഗറിയിൽ വരുന്നു, സംവരണം മറ്റൊരു കാറ്റഗറിയിൽ വരുന്നു. സംവരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ജാതി സംവരണം, അത് സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് എണ്ണത്തിൽ കുറവുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അത് മതമുണ്ട്, ഭാഷയുണ്ട്. ഇന്ത്യയിൽ 2 തരം ന്യൂനപക്ഷങ്ങളാണുള്ളത്. നമ്മൾ ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ എങ്ങനെ കൊയിൻ ചെയ്ത് വന്നു അതുകൂടെ നമ്മൾ ചിന്തിക്കണം. അതായത് ഭരണഘടനാ രൂപീകരണ സമയത്ത് വന്നൊരു ചർച്ച, സംവരണം അത് ആദ്യം ഇലക്ട്രൽ റിസർവേഷൻ ആയിരുന്നു. ഇലക്ട്രൽ റിസർവേഷൻ മതപരമായിട്ട് വേണോ എന്നുള്ള ചർച്ച വന്നപ്പോൾ വിവിധ മതങ്ങളുടെ റെപ്രസെന്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ മതവിഭാഗത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, മതപരമായിട്ടുള്ള റിസർവേഷൻ പാടില്ല. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം മതപരമായിട്ട് വിഭജിക്കപ്പെടുകയും അത് ഒരുപക്ഷെ വർഗീയ കലാപങ്ങളിലേക്ക് പോലും നയിക്കപ്പെടുകയും ചെയ്യും. അതായത് ഡെമോക്രസിയുടെ ഒരു അപകടം എന്ന് പറയുന്നത് മജോറിറ്റേറിയനിസം ആണ്. ഏതെങ്കിലും ഒരു വിഭാഗം മജോറിറ്റി ആയി കഴിയുകയും അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ജനാധിപത്യം അമ്പെ പരാജയമായിട്ട് തീരും. അപ്പോൾ അങ്ങനെ ഈ ഇലക്ട്രൽ റിസർവേഷനിലെ ഈ മതസംവരണത്തിന് പകരം ജാതീയതയെ മുൻനിർത്തിക്കൊണ്ടുള്ള സംവരണത്തിന് പ്രാധാന്യം കൊടുത്തു. അവിടെയാണ് സംവരണം നിൽക്കുന്നത്. ഇനി എപ്പോഴാണ് ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ വന്നത്? അവിടെയാണ് ഈ ക്രിസ്ത്യാനികളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നത്, ഈ ചർച്ചയിൽ മുഴുവൻ പങ്കെടുത്തിരുന്നത് ജെറോം ഡിസൂസ എന്ന് പറയുന്ന ജെസ്യൂട്ട് വൈദികനാണ്. അദ്ദേഹം പറഞ്ഞു, സംവരണം ജാതീയമായിട്ട് നിലനിൽക്കട്ടെ, അതൊരു 15 വർഷത്തേക്കായിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്, അവിടെ നിലനിൽക്കട്ടെ. നമുക്ക് വേണ്ടത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമ നടപടികളാണ്. അതിനു വേണ്ടിയിട്ട് ഭാഷാ മത ന്യൂനപക്ഷങ്ങൾക്ക് അടിസ്ഥാനപരമായ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിലേക്ക് ഈ ന്യൂനപക്ഷ അവകാശങ്ങളെ കൊണ്ടുവന്ന് വെക്കുകയും അവരുടെ സാമൂഹികം വിദ്യാഭ്യാസപരം ആയിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതായത് ഒരു മതവിഭാഗത്തിന് അവരുടെ വിശ്വാസം, ആചാരം, പാരമ്പര്യം, ഭാഷ, ചരിത്രം എന്നിവ സംരക്ഷിക്കാനും ആ വിശ്വാസം ധൈര്യത്തോടു കൂടി പ്രഘോഷിക്കാനും സാധിക്കണം. അവരുടെ ഇടയിൽ പിന്നോക്കമായിട്ട് പോകാതെ അവരെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യണം. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. അപ്പൊ നമ്മൾ പറയും, ഇപ്പൊ മുസ്ലിം സമുദായത്തിന് മുഴുവൻ സംവരണം കിട്ടുന്നില്ലേ, അത് അനീതിയാണ്. പക്ഷെ മുസ്ലിം സമുദായത്തിന് ന്യൂനപക്ഷ അവകാശങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യണം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ക്രിസ്ത്യാനികള് 2 രീതിയിൽ അനീതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരേപോലെ ന്യൂനപക്ഷ അവകാശങ്ങളിൽ നിന്ന് തുല്യതയോടുകൂടി കിട്ടേണ്ട ന്യൂനപക്ഷ അവകാശങ്ങളിലെ വെറും 20% മാത്രം വർഷങ്ങളായിട്ട് കേരളത്തിൽ ഇവിടുത്തെ ക്രൈസ്തവർക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരു മന്ത്രി പോലും ഈ ചോദ്യം ചെയ്തിട്ടില്ല. ഈ വകുപ്പ് ആരംഭിച്ചതിന് ശേഷം ഈ ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്ന് ഒരു മന്ത്രി പോലും വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക? അപ്പൊ വിഷയങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ട്, പഠിക്കാനും ഒരുപാടുണ്ട്, ചർച്ച ചെയ്യാനും ഒരുപാടുണ്ട്. കോൺഗ്രസിന്റെ കുറച്ചും കൂടി ഒരു മാറ്റി ചിന്തകൾ വരണം എങ്കിൽ മാത്രമാണ്. ഇപ്പോൾ കേരളത്തിൽ കുറച്ചധികം വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ചിന്തിക്കണം. CAA നിയമം മൊത്തത്തിൽ മാറ്റും എന്നുള്ള മാനിഫെസ്റ്റോ, OBC റിസർവേഷന്റെ കാര്യങ്ങൾ, മതസംവരണം, ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ നാട്ടിലെ ചെറുപ്പക്കാര്
ആ പാർട്ടിയോട് കുറച്ച് അകലം കാണിച്ചു തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് സംവരണ വിഷയം പ്രധാന വിഷയമാണ്. യുവജനങ്ങളെ നാട്ടിൽ പിടിച്ചു നിർത്തുന്നതിന് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അത് ഇപ്പോഴത്തെ സംവരണേതര വിഭാഗങ്ങളിലെ യുവജനങ്ങളെ വളരെയധികം ബാധിക്കുന്ന വിഷയം തന്നെയാണ് റിസർവേഷൻ എന്നുള്ളത്. അപ്പൊ അത് ചൂടേറിയ ചർച്ചകൾ ഇനിയും മുന്നോട്ട് നടക്കും, ഷുവറാണ്. ചുരുക്കി പറഞ്ഞാൽ ഭൂരിപക്ഷ വർഗീയത എതിർക്കുക എന്നുള്ള പേരിൽ ന്യൂനപക്ഷ വർഗീയത പടർത്തരുത്. ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രചാരണത്തിലൂടെ പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംഭാഷണം വലിയ വിവാദങ്ങൾക്ക് ഇടം കൊടുക്കുമ്പോൾ പോലും മത സംവരണം ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളോട്, ഭരണഘടനയോട് നീതി പുലർത്താത്ത ഒന്നാണ് എന്ന് നിസ്സംശയം പറയുകയാണ് ദ ഫയർ റൂമിലെ ഈ ചർച്ചയിൽ, ഈ രണ്ട് പാനലിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഈ ചർച്ചയിൽ. സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ സമൂഹത്തിന്റെ എല്ലാവിധ അവഹേളനങ്ങളും വാങ്ങി ജീവിതത്തിന്റെ വലിയ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളുകളെ ചേർത്ത് പിടിക്കേണ്ട ഒന്നാണ് സംവരണം. തീർച്ചയായിട്ടും അത് മതത്തിന്റെ പ്രിവിലേജുകളിൽ ആകരുത് നമ്മുടെ സംവരണ മൂല്യങ്ങളുമെന്നും. തീർച്ചയായിട്ടും എല്ലാ സംവരണവും സാമൂഹിക നീതിയിലേക്കും സമൂഹത്തിന്റെ ഏറ്റവും പുതിയ പന്ഥാവിലേക്ക് ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ആളുകൾക്കും സഞ്ചരിക്കാനുള്ള ദൂരം നൽകുന്ന ചിറകുകളായിരിക്കണം അത്തരം സംവരണം എന്ന് തന്നെയാണ് ഫയർ റൂം ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേർക്കും ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും നന്ദി. ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.